നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായുമെല്ലാം മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 20-ാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുമ്പോൾ പൃഥ്വിക്ക് കൂട്ടായി നല്ല പാതിയായി സുപ്രിയയും ഉണ്ട്. ഭാര്യ, അമ്മ എന്നതിനേക്കാൾ ഉപരി നിർമ്മാതാവായും സുപ്രിയ ശോഭിക്കുന്നുണ്ട്. ആടുജീവിതം നേടിയ ചരിത്ര വിജയത്തിന് പിന്നാലെ ബോളിവുഡിലും സാന്നിധ്യം അറിയിക്കുകയാണ് പൃഥ്വിരാജ്. വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് ബോളിവുഡിലേക്ക് മടങ്ങിയെത്തുന്നത് അക്ഷയ് കുമാർ ടൈഗർ ഷ്രോഫ് ചിത്രം ബഡേ മിയാൻ ചോട്ടെ മിയാനിലെ വില്ലൻ വേഷത്തിലൂടെയാണ്. ആടുജീവിതം 100 കോടിയും കടന്ന് കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിയുടെ ബോളിവുഡ് റീ എൻട്രി. സിനിമയ്ക്ക് പുറമെ വാഹനങ്ങളോടും അതിയായ പ്രിയമുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ്. ഇപ്പോഴത്തെ താനും ഭാര്യ സുപ്രിയ മേനോനും ഒരുമിച്ച് നടത്തിയൊരു യാത്രയുടെ രസകരമായ ഓർമ്മ പങ്കുവയ്ക്കുകയാണ് പൃഥ്വിരാജ്. പുതിയ ചിത്രമായ ബഡേ മിയാൻ ചോട്ടെ മിയാന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം മനസ്സ് തുറന്നത്. എന്റെ ഭാര്യയ്ക്ക് കാറിൽ സഞ്ചരിക്കുന്നത് ഇഷ്ടമല്ല. അവൾ ഒരു കാർ പേഴ്സണേ അല്ല. ഞങ്ങൾ സ്കോട്ട്ലാൻഡിലായിരുന്നു. ഞാനൊരു ഫെറാറി ഒപ്പിച്ചെടുത്തു. ഐൽ ഓഫ് സ്കൈയിലേക്ക് പോകുന്ന മനോഹരമായൊരു റോഡുണ്ട്. വളവും തിരിവും ഒക്കെയുള്ള ഞാൻ നന്നായി ആസ്വദിച്ച് വണ്ടി ഓടിക്കുകയാണ്. പെട്ടെന്ന് അവൾ ഛർദ്ദിക്കാൻ തുടങ്ങി. ക്ലൈമാക്സ് അതല്ല, ഞാൻ ഈ കാറിൽ വരില്ലെന്ന് അവൾ പറഞ്ഞു എന്നും പൃഥ്വി പറയുന്നു. എൻ്റെ അസിസ്റ്റന്റുമാർ പിന്നാലെ ഹ്യൂണ്ടായിൽ വരുന്നുണ്ട്. ഞങ്ങൾ ആ കാറിലേക്ക് മാറി. അങ്ങനെ ഞാൻ ഹ്യൂണ്ടായി ഓടിച്ചു പോകുമ്പോൾ എൻ്റെ സഹായികൾ പിന്നാലെ ഫെറാറിയിൽ വന്നു എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. തനിക്ക് വാഹനങ്ങളോട് പ്രിയം തോന്നാനുള്ള കാരണവും പൃഥ്വിരാജ് പങ്കുവയ്ക്കുന്നുണ്ട്. അച്ഛൻ സുകുമാരനൊപ്പമുള്ള കുട്ടിക്കാലത്തെ കാർ യാത്രകളാണ് അതിന് പിന്നിലെന്നാണ് പൃഥ്വി പറയുന്നത്. അച്ഛൻ തന്നെ മടിയിലിരുത്തി കാറിന്റെ സ്റ്റിയറിംഗ് പിടിക്കാൻ തരുമായിരുന്നു. വണ്ടി ഓടിച്ചിരുന്നത് അച്ഛൻ തന്നെ ആയിരുന്നുവെങ്കിലും ഞാൻ ചെയ്യുന്നത് പോലെ തോന്നുമായിരുന്നു. സ്റ്റിയറിംഗ് വീൽ തങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. ആ ഓർമ്മകളാണ് തന്നെ ഒരു കാർ പ്രേമിയാക്കി മാറ്റിയതെന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്റെ മുറിയിൽ കാറുകളുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു. ലംബോർഗിനി വാങ്ങാനുള്ള ആഗ്രഹം കുട്ടിക്കാലത്ത് തന്നെ മനസ്സിൽ ഉണ്ടായിരുന്നുവെന്നും താരം പറയുന്നു. അതേസമയം ബോക്സ് ഓഫീസിൽ വിജയക്കുതിപ്പ് തുടരുകയാണ് ആടുജീവിതം. ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രം ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിന്റെ ചരിത്ര ആവിഷ്കാരമാണ്. ചിത്രം ഇതിനോടകം തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റാണ് ആടുജീവിതം എന്നാണ് സിനിമ കണ്ടവരുടെ വിലയിരുത്തൽ. ഇതിന് പിന്നാലെയാണ് പൃഥ്വിരാജിന്റെ ബോളിവുഡ് ചിത്രവും ബോക്സ് ഓഫീസിലേക്ക് എത്തുന്നത്. നായകനായ സിനിമയും സംവിധാനം ചെയ്ത ചിത്രവും 100 കോടി ക്ലബിൽ എത്തിച്ച ഏക നായകനാണ് പൃഥ്വിരാജ്. മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാന്റെ ചിത്രീകരണ തിരക്കിലാണ് പൃഥ്വിരാജ് ഇപ്പോൾ. പിന്നാലെ നിരവധി സിനിമകൾ പൃഥ്വിയുടേതായി ബോക്സ് ഓഫീസിലേക്ക് എത്തും. ബേസിൽ ജോസഫിനും അനശ്വര രാജനുമൊപ്പം അഭിനയിക്കുന്ന ഗുരുവായൂരമ്പല നടയിൽ ഈ അടുത്താണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.